ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ദ ഗിവിംഗ് ട്രീ എന്നുള്ള ഈ ചാപ്റ്ററാണ്. ദ ഹീലിംഗ് ടച്ച് എന്നുള്ള 5th യൂണിറ്റിലെ ചാപ്റ്ററാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ലഭിക്കുന്നതാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD 5 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹിയർ ഈസ് എ പിക്ചർ സ്റ്റോറി അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബോയ് ആൻഡ് എ ട്രീ. ഒരു ആൺകുട്ടിയും ഒരു ട്രീയും ഒരു മരവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമുക്കൊരു ഈ സ്റ്റോറി തന്നിട്ടുള്ളത്. സ്റ്റോറി അല്ല, പിക്ചർ സ്റ്റോറിയാണ് കേട്ടോ, അതായത് ചിത്രകഥയാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. വൺസ് there was a tree. ഒരിക്കൽ ഒരു മരം ഉണ്ടായിരുന്നു. there was a little boy too. ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. എവ്രി ഡേ the boy would come to the tree. എല്ലാ ദിവസവും ഈ ആൺകുട്ടി ഈ മരത്തിൻ്റെ അടുത്തേക്ക് വരും. The tree was his intimate friend. ഈ മരം അവൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്നു, ആത്മസുഹൃത്തായിരുന്നു. He would gather leaves. ഈ ബോയ് എന്ത് ചെയ്യും? ഈ മരത്തിൻ്റെ ഇലകളൊക്കെ ഗ്യാദർ ചെയ്യും, ഒരുമിച്ച് കൂട്ടും. ആൻഡ് മേക്ക് ദം ഇൻ ടു ക്രൗൺസ്. എന്നിട്ട് എന്താക്കും? ഇലകൾ കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കും. ആൻഡ് പ്ലേ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. എന്നിട്ട് കാട്ടിലെ രാജാവ് എന്നുള്ളൊരു കളി കളിക്കും. ഹി വുഡ് ക്ലൈംബ് അപ്പ് ഹെർ ട്രങ്ക്. എന്നിട്ട് എന്ത് ചെയ്യും? മരത്തിൻ്റെ തടിയിൽ പിടിച്ചു കയറും. സ്വിങ് ഫ്രം ഹെർ ബ്രാഞ്ചസ്. എന്നിട്ട് ഊഞ്ഞാലാടും. ബ്രാഞ്ചുകളിൽ, കൊമ്പുകളിൽ, ചില്ലകളിൽ ഊഞ്ഞാലാടി കളിക്കും. പ്ലക്ക് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ഈറ്റ് ദം. അതിൽ നിന്നുള്ള ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് കഴിക്കും. ദേ വുഡ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. എന്നിട്ടോ അവർ രണ്ടുപേരും കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും, ഒളിച്ചു കളി കളിക്കും. വെൻ ഹി വാസ് ടയേർഡ്. ഈ ആൺകുട്ടി കളിച്ച് അങ്ങനെ ടയേർഡ് ആകുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, ഹി വുഡ് സ്ലീപ്പ് ഇൻ ഹെർ ഷെയ്ഡ്. ഈ മരത്തിൻ്റെ തണലിൽ, ഷെയ്ഡ് എന്ന് വെച്ചാൽ തണലിൽ എന്തെയും ഈ ആൺകുട്ടി കിടന്നുറങ്ങും. ദ ബോയ് ലവ് ദ ട്രീ വെരി മച്ച്. ഈ ആൺകുട്ടിക്ക് ഈ മരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ദ ട്രീ വാസ് വെരി ഹാപ്പി. അതാലോചിച്ച് ഈ ട്രീക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ടൈം വെൻ ബൈ. അങ്ങനെ സമയം കടന്നുപോയി, കാലങ്ങൾ കടന്നുപോയി. ദ ബോയ് ഗ്രൂ അപ്പ്. ഈ ബോയ് ആൺകുട്ടി വളർന്നു. ദ ട്രീ വാസ് ഓപ്ഷൻ അലോൺ. മരം എന്തായി? തനിച്ചായിപ്പോയി. വൺ ഡേ ഹി കെയിം ബാക്ക് ടു ദ ട്രീ. ഒരു ദിവസം ഈ ആൺകുട്ടി എന്ത് ചെയ്തു? തിരികെ ഈ മരത്തിനടുത്തേക്ക് തന്നെ വന്നു. കം ഡിയർ, ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക് ആൻഡ് സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ്. അപ്പോൾ മരം എന്ത് പറഞ്ഞു? കം ഡിയർ, വരൂ പ്രിയപ്പെട്ടവനെ. ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക്, എൻ്റെ തടിയിൽ പിടിച്ച് കയറൂ. ആൻഡ് സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ്, എൻ്റെ കൊമ്പുകളിൽ ഊഞ്ഞാലാടൂ. ഈറ്റ് മൈ ഫ്രൂട്ട്സ്, എൻ്റെ പഴങ്ങൾ പറിച്ചു കഴിക്കൂ. ആൻഡ് പ്ലേ ഇൻ മൈ ഷെയ്ഡ്, എൻ്റെ തണലിൽ കളിക്കൂ. ദ ട്രീ ടോൾഡ് ഹിം. മരം അവനോട് പറഞ്ഞു. ഐ ആം ടു ബിഗ് ടു ക്ലൈംബ് ആൻഡ് പ്ലേ. ഞാൻ മരം കയറാനും കളിക്കാനും എനിക്കിപ്പോൾ കഴിയില്ല. കാരണം എന്താണ്? ഐ ആം ടു ബിഗ്. ഞാൻ വലിയ മനുഷ്യനായി കഴിഞ്ഞു. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ. എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? വലുതായി കഴിഞ്ഞാൽ അധ്വാനിക്കണമല്ലോ. ക്യാൻ യു ഗിവ് മൈ സം മണി? നീ കുറച്ച് പണം തരുമോ? ദ ബോയ് ആസ്ക്ഡ്. അപ്പോൾ ബോയ് മരത്തോട് എന്താ ചോദിച്ചത്? നീ എനിക്ക് കുറച്ച് പണം തരുമോ? എനിക്കിനി കളിക്കാൻ പറ്റില്ല, ഞാൻ വലിയ ആളായിട്ടുണ്ട്, എനിക്ക് സമ്പാദിക്കണം എന്ന് പറഞ്ഞു. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ഐ ഹാവ് നോ മണി. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എൻ്റെ കയ്യിൽ ഇലകളും പഴങ്ങളും മാത്രമേ ഉള്ളൂ. ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദം ഇൻ ദ സിറ്റി. എൻ്റെ പഴങ്ങൾ നീ പറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക? സിറ്റിയിൽ കൊണ്ടുപോയി വിറ്റോളൂ, അപ്പോൾ നിനക്ക് പണം കിട്ടുമല്ലോ. സെഡ് ദ ട്രീ. മരം അങ്ങനെ പറഞ്ഞു. ഹി ക്ലൈംഡ് അപ്പ് ഗ്യാതേർഡ് ഹെർ ഫ്രൂട്ട്സ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ ആളെന്ത് ചെയ്തു? ഈ മരത്തിൽ കയറി അതിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചു. ആൻഡ് ക്യാരിഡ് ദം അവേ. എന്നിട്ട് അതുമായിട്ട് ദൂരേക്ക് പോയി. ദ ട്രീ വാസ് ഹാപ്പി. തൻ്റെ ആത്മസുഹൃത്തിനെ സഹായിക്കാൻ പറ്റിയതിൽ ട്രീക്ക് സന്തോഷമായി. വൺ ഡേ ദ ബോയ് ഹു ഹാഡ് നൗ ബിക്കം എ മാൻ റിട്ടേൺ ആൻഡ് ദ ട്രീ ഷൂക്ക് ഹെർ ലീവ്സ് വിത്ത് ജോയ്. ഇങ്ങനെ അന്ന് പോയ ആൾ എന്ത് ചെയ്തു? ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു. അപ്പോൾ ഈ ബോയ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്, മാൻ ആയിട്ടുണ്ട്, ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ യൗവനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ മരം എന്ത് ചെയ്തു? അവൻ്റെ ലീവ്സ് കൊണ്ട്, ഇലകൾ കൊണ്ട് ഷൂക്ക് ചെയ്തു. ഇലകൾ ഇങ്ങനെ ഇളക്കിയിട്ട് സന്തോഷം അറിയിച്ചു. തൻ്റെ സുഹൃത്തിനെ കണ്ട സന്തോഷം അങ്ങനെയാണ് മരം അറിയിച്ചത്. കം ആൻഡ് പ്ലേ വിത്ത് മീ ക്രൈഡ് ദ ട്രീ. മരം എന്ത് പറഞ്ഞു? കരഞ്ഞു. എൻ്റെ കൂടെ വന്ന് കളിക്കുക എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലേ. എനിക്ക് കളിക്കാൻ സമയമില്ല. ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി. എനിക്കെൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യണം. വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ. എനിക്ക് താമസിക്കാനായിട്ട് ഒരു വീട് വേണം. ക്യാൻ യു ഹെൽപ്പ് മീ? നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് അയാൾ ചോദിച്ചു. ഐ ഹാവ് നോ ഹൗസ് ടു ഗിവ് യു. എൻ്റെ കയ്യിൽ നിനക്ക് തരാനായിട്ട് വീടൊന്നുമില്ല. ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്. കാടാണ് എൻ്റെ വീട്. യു മേ കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡ് എ ഹൗസ്.
നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൊമ്പുകൾ മുറിച്ചു കൊണ്ടുപോയി അതുകൊണ്ടൊരു വീട് കെട്ടാം. സെഡ് ദ ട്രീ. മരം പറഞ്ഞു. ഹി കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് ക്യാരിഡ് ദം എവേ. അപ്പോൾ അത് കേട്ടപ്പോൾ ആ മനുഷ്യന് ആ മരങ്ങളുടെ കൊമ്പുകളൊക്കെ മുറിച്ചെടുത്തിട്ട് അതുമായിട്ട് പോയി. ദ ട്രീ വാസ് ഹാപ്പി ടു ഹെൽപ്പ് ദം. അപ്പോഴും അതിലും അദ്ദേഹത്തെ സഹായിക്കാനായതിൽ മരത്തിന് ഒരുപാട് സന്തോഷമായി. എഗെയിൻ ഹി സ്റ്റേയ്ഡ് എവേ ഫോർ എ ലോങ് ടൈം. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഒരുപാട് കാലം മരം ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചു. വെൻ ഹി കെയിം ബാക്ക്. അങ്ങനെ ഒരിക്കൽ ഇയാൾ തിരിച്ചു വന്നു വീണ്ടും. ദ ട്രീ വാസ് സോ ഹാപ്പി. അത് കണ്ടപ്പോൾ മരത്തിന് ഒരുപാട് സന്തോഷമായി. ഷി കുഡ് ഹാർഡ്ലി സ്പീക്ക്. കം ആൻഡ് പ്ലേ വിത്ത് മീ. വീണ്ടും എന്ത് ചെയ്തു? എന്ത് ചോദിച്ചു? എൻ്റെ കൂടെ വന്ന് കളിക്കുകയെന്ന് പറഞ്ഞു. ദ ട്രീ വിസ്പേർഡ്. അങ്ങനെ മെല്ലെ ശബ്ദമില്ലാതെ വിസ്പേർഡ് മന്ത്രിച്ചു. ഐ ആം ടു ഓൾഡ് ടു പ്ലേ. എനിക്ക് കളിക്കാൻ പറ്റില്ല, ഞാൻ ഒരുപാട് പ്രായമായിട്ടുണ്ട്, എനിക്ക് വയസ്സായിട്ടുണ്ട്. ഐ വോണ്ട് എ ബോട്ട് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ അവേ ഫ്രം ഹിയർ. എനിക്കൊരു ബോട്ട് വേണം, എന്നെ ഇവിടെ നിന്നും ദൂരേക്ക് പോകാനായിട്ട് എനിക്കൊരു ബോട്ട് വേണം. ക്യാൻ യു ഗീവ് മീ എ ബോട്ട്? നിനക്കൊരു ബോട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ദ മാൻ ആസ്ക്ഡ്. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് യുവർ ബോട്ട്. അപ്പം മരം എന്ത് പറഞ്ഞു? എൻ്റെ ട്രങ്ക് ഉപയോഗിച്ച്, എൻ്റെ ഈ തടി ഉപയോഗിച്ച് നീ എന്ത് ചെയ്തോളൂ, ഒരു ബോട്ട് ബിൽഡ് ചെയ്തോളൂ, ബോട്ട് ഉണ്ടാക്കിക്കോളൂ. യു ക്യാൻ സെയിൽ ഫാർ അവേ ആൻഡ് ബി ഹാപ്പി. എന്നിട്ട് അതിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ദൂരേക്ക് പോകാനായിട്ട് പറ്റും, സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റും. സെഡ് ദ ട്രീ. മരം അങ്ങനെ പറഞ്ഞു. സോ ദ മാൻ കട്ട് ഡൗൺ ദ ട്രങ്ക് ഓഫ് ദ ട്രീ ടു മേക്ക് എ ബോട്ട് ഫോർ ഹിം. അപ്പോൾ അത് കേട്ടപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? അതിൻ്റെ തടി മുറിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അയാൾക്ക് ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹി വെന്റ് സെയിലിംഗ് ആൻഡ് നെവർ ഷോഡ് അപ്പ് ഫോർ എ ലോങ് ടൈം. അങ്ങനെ ആ ബോട്ടിൽ അദ്ദേഹം ഇവിടെ നിന്ന് ദൂരേക്ക് തുഴഞ്ഞു പോയി. പിന്നീട് ഒരുപാട് കാലത്തേക്ക് തിരികെ വന്നില്ല. ആഫ്റ്റർ എ ലോങ് ടൈം. ഒരുപാട് കാലത്തിന് ശേഷം ഹി കെയിം ബാക്ക് അഗെയിൻ. വീണ്ടും തിരിച്ചു വന്നു. ഐ ആം സോറി, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗിവ് യു. അപ്പം മരം എന്ത് പറഞ്ഞു? ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗിവ് യു. എൻ്റെ കയ്യിൽ നിനക്കിനി നൽകാനായിട്ട് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ. എൻ്റെ പഴങ്ങൾ പോയി. ദ ട്രീ സെഡ് സാഡ്ലി. മരം സങ്കടത്തോടെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, അത് സാരമില്ല. മൈ ടീത്ത് ആർ ഓൾസോ വെരി വീക്ക്. എൻ്റെ പല്ലുകളും എന്തായിട്ടുണ്ട്? വീക്കായിട്ടുണ്ട്, മോശമായിട്ടുണ്ട്. സെഡ് ദ മാൻ. അപ്പോൾ ഇയാൾക്ക് പ്രായമായിട്ടുണ്ടല്ലോ, നല്ല വയസ്സായിട്ടുണ്ടല്ലോ, അപ്പോൾ പല്ലുകൾ വലിയ സ്ട്രോങ് ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ മാൻ പറഞ്ഞു, വീക്കാണ് എൻ്റെ പല്ലുകൾ, അതുകൊണ്ട് എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. ദെയർ ഈസ് നോ മോർ ട്രങ്ക് ഫോർ യു ടു ക്ലൈംബ് ഓൺ. അപ്പം മരം എന്ത് പറഞ്ഞു? നിനക്ക് പിടിച്ചു കയറാനായിട്ട് എൻ്റെ മരത്തിൽ കൊമ്പുകളൊന്നുമില്ല. ദ ട്രീ സെഡ്. ഐ ആം ടു ഓൾഡ് ടു ക്ലൈംബ്. ദ മാൻ റിപ്ലൈഡ്. അപ്പം മനുഷ്യൻ എന്ത് പറഞ്ഞു? ഞാൻ വല്ലാതെ പ്രായമായിട്ടുണ്ട്, എനിക്ക് മരം കയറാനായിട്ട് സാധിക്കില്ല എന്ന് റിപ്ലൈ ചെയ്തു. ഐ ആം സോറി, ഐ വിഷ് ഐ കുഡ് ഗിവ് യു സംതിങ്. മരം എന്ത് പറഞ്ഞു? എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്തെങ്കിലും തരാൻ കഴിയുമെന്ന് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ഐ ആം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റം. ഞാൻ പ്രായമായ ഒരു സ്റ്റമ്പ് മാത്രമാണ്. സ്റ്റമ്പ് എന്ന് വെച്ചാൽ കുറ്റി, അതായത് മരത്തിൻ്റെ കുറ്റി ഉണ്ടായിരിക്കില്ലേ, തടിയൊന്നും ഇല്ലാത്ത കുറ്റി, അത് മാത്രമാണ്. ദ ട്രീ വാസ് വെരി സാഡ്. മരത്തിന് ഒരുപാട് സങ്കടമായി. ഐ ഓൺലി നീഡ് എ ക്വയറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടേക്ക് സം റെസ്റ്റ്. ഐ ആം വെരി ടയേർഡ് സെഡ് ദ മാൻ. അപ്പോൾ മനുഷ്യൻ എന്ത് പറഞ്ഞു? ഞാൻ ഭയങ്കര ടയേർഡാണ്, ക്ഷീണിതനാണ്. എനിക്കിപ്പോൾ വേണ്ടത് എന്ത് മാത്രമാണ്? ഇരിക്കാനായിട്ട് ഒരു ക്വയറ്റായിട്ടുള്ള, ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണ് എനിക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു. പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. അപ്പം മരം എന്ത് പറഞ്ഞു? വന്നിട്ട് ഇരുന്നോ, എൻ്റെ സ്റ്റമ്പിലിരുന്നോ, എൻ്റെ മരത്തിൻ്റെ ഈ കുറ്റയിൽ ഇരുന്നോ എന്ന് പറഞ്ഞു. ദ മാൻ സാറ്റ് ഡൗൺ. മനുഷ്യന് അയാൾ അതിൻ്റെ മുകളിലോട്ട് ഇരുന്നു. ദ ട്രീ വാസ് ഹാപ്പി ആൻഡ് സ്മൈൽഡ് അഗെയിൻ. മരത്തിന് സന്തോഷമായി, അത് വീണ്ടും ചിരിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് മോറൽ എന്താ മക്കളെ? ഗുണപാഠം എന്താണ്? നെവർ ഫോർഗെറ്റ് ദോസ് ഹു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അസ്. നമ്മളെ സഹായിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാനായിട്ട് പാടില്ല. നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ആക്ടിവിറ്റി 1. ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗിവിംഗ് ട്രീ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. ഈ കഥയ്ക്ക് ദ ഗിവിംഗ് ട്രീ എന്നുള്ള ടൈറ്റിൽ എങ്ങനെയാണ് സ്യൂട്ടബിൾ ആവുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ? ദ ഗിവിംഗ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം നൽകുന്ന മരം എന്നാണല്ലേ. അപ്പോൾ അത് സ്യൂട്ടബിൾ ആവുന്നുണ്ടോ? യെസ്, ദ ടൈറ്റിൽ റിയലി സ്യൂട്ട്സ് ദ സ്റ്റോറി. ഈ ടൈറ്റിൽ ശരിക്കും സ്യൂട്ട് ആവുന്നുണ്ട്. ദ ട്രീ ഗിവ്സ് ഹിസ് ലീവ്സ്, ഫ്രൂട്ട്സ്, ബ്രാഞ്ചസ്, ട്രങ്ക് ആൻഡ് എവറിഥിങ് ടു ദ ബോയ്. ഈ മരം അതിൻ്റെ ഫ്രൂട്ട്സും ബ്രാഞ്ചസും കൊമ്പുകളും തടിയും എല്ലാം ഈ ബോയ്ക്ക് നൽകുന്നുണ്ട്. വെൻ ദ ബോയ് വാസ് എ കിഡ് ദ ട്രീ പ്ലേഡ് വിത്ത് ഹിം. ഇതൊരു കുട്ടിയായിരുന്ന സമയത്ത് മരം അതിനോടുകൂടെ കളിച്ചു. ഹി ഗേവ് ഹിസ് ലീവ്സ് ടു ഹിം ഫോർ മേക്കിംഗ് ക്രൗൺ. അവന് കിരീടം ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഇലകൾ കൊടുത്തു. വെൻ ദ ബോയ് ഗ്രൂ അപ്പ് ദ ട്രീ ഗേവ് ഹിം ഹിസ് ഫ്രൂട്ട്സ് ടു സെൽ ആൻഡ് ഏൺ മണി. ഈ ബോയ് വലുതായപ്പോൾ അവന് പണം ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഫ്രൂട്ട്സുകൾ കൊടുത്തു. വെൻ ദ ബോയ് ബിക്കേം എ മാൻ ദ ട്രീ ഗേവ് ഹിസ് ബ്രാഞ്ചസ് ടു ഹിം
ഫോർ മേക്കിംഗ് എ ഹൗസ്. അങ്ങനെ ഈ കുട്ടി വീണ്ടും വലുതായി ഒരു മനുഷ്യനായി മാറിയപ്പോൾ എന്ത് ചെയ്തു, അവൻ്റെ ബ്രാഞ്ചസ് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. When the man wanted to make a boat, the tree gave his trunk for making boat. ഈ മനുഷ്യനൊരു ബോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നപ്പോൾ അവൻ്റെ മരത്തിൻ്റെ തടിയും ബോട്ടുകൾ ഉണ്ടാക്കാനായിട്ട് അയാൾക്ക് മരം കൊടുത്തു. Finally, when the boy needed a quiet place to sit, the tree provided his stump to sit. അങ്ങനെ അവസാനം ഇയാൾക്ക് ഒരു റെസ്റ്റ് ചെയ്യാനായിട്ടൊരു സ്ഥലം വേണമായിരുന്നു. അപ്പോൾ ഈ മരം അതിൻ്റെ സ്റ്റമ്പും കൊടുത്തു. The title Giving Tree tell us about the tree's selflessness and love. ഈ മരത്തിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചാണല്ലേ ഈ കഥ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഈ ടൈറ്റിൽ റിയലി നല്ലതുപോലെ സ്യൂട്ട് ആവുന്നുണ്ട്. Activity 2. The tree invited the man to sit down and take rest on its stump. The man did so and started thinking about the tree. What would be his thoughts? അപ്പോൾ മരം അവൻ്റെ സ്റ്റമ്പിൽ വന്നിട്ട് മനുഷ്യനോട് ഇരിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അദ്ദേഹം ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം, തോട്ട്സ് എന്തൊക്കെയായിരിക്കാം? ദിസ് ട്രീ വാസ് മൈ എവറിത്തിങ്. ഈ മരം എൻ്റെ എല്ലാമായിരുന്നു. വാട്ട് എ സിൻസിയർ ഫ്രണ്ട് ദിസ് ട്രീ വാസ്. എന്തൊരു ആത്മാർത്ഥതയുള്ള സുഹൃത്തായിരുന്നു ഈ മരം. ഇറ്റ് ഗേവ് മീ എവറിത്തിങ് ഐ നീഡഡ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇവൻ എനിക്ക് തന്നു. ഇൻ മൈ സ്പെയർ ടൈം ഐ പ്ലേഡ് വിത്ത് ഇറ്റ്സ് ലീവ്സ്. എൻ്റെ ഒഴിവു സമയങ്ങളിൽ ഞാൻ അവനോടുകൂടെ കളിച്ചു. സ്വിങ്ങിങ് ഓൺ ട്രീ ബ്രാഞ്ചസ്. ഊഞ്ഞാലാടി കളിച്ചു. അതിൻ്റെ ചില്ലകളിൽ ഊഞ്ഞാലാടി കളിച്ചു. റെസ്റ്റഡ് ഇൻ ഇറ്റ്സ് ഷെയ്ഡ്. അതിൻ്റെ തണലിൽ റെസ്റ്റ് ചെയ്തു. ദിസ് ട്രീ വാസ് ദ ഓൺലി വൺ ദാറ്റ് ഹെൽപ്ഡ് മീ വെൻ ഐ വാസ് ഇൻ നീഡ്. എനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ എന്നെ സഹായിച്ചത് ഈ മരം മാത്രമാണ്. ഗോഡ്, ഐ ഹാവ് ഡിസ്ട്രോയ്ഡ് ദിസ് ട്രീ സോ മച്ച്. ഞാൻ ഈ മരത്തെ ഒരുപാട് നശിപ്പിച്ചു കളഞ്ഞു. വൈ ഡിഡ്ന്റ് ഐ സേവ് ഇറ്റ്. എനിക്ക് എന്തുകൊണ്ട് ഇതിനെ രക്ഷിക്കാനായില്ല? ഹി വാസ് മൈ ഗുഡ് ഫ്രണ്ട്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നല്ലോ ഇവൻ. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഇവനെ രക്ഷിച്ചില്ല? നൗ ദിസ് ട്രീ ഈസ് ഹിയർ ടു ഗിവ് മീ എ റെസ്റ്റിംഗ് പ്ലേസ് ഇൻ മൈ ലാസ്റ്റ് ഡേയ്സ്. എൻ്റെ അവസാന നാളുകളിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു സ്ഥലം തന്നതും ഇവൻ തന്നെയാണല്ലോ. Forgive me my friend. എന്നോട് ക്ഷമിക്കണമേ എൻ്റെ സുഹൃത്തെ എന്നായിരിക്കും അല്ലേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. ആക്ടിവിറ്റി 3 നോക്കൂ. ഹിയർ ആർ സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. റീഅറേഞ്ച് ദ ജംബിൾഡ് സെൻറ്റൻസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് സ്റ്റോറിയുടെ ഷോർട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് എന്താണ് ജംബിൾഡ് ഓർഡറിലാണ് തന്നിട്ടുള്ളത്. അതായത് ഇത് കറക്റ്റ് ഓർഡറിലല്ല, ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അത് കറക്റ്റ് ചെയ്യണം. തന്നിട്ടുള്ള ഓർഡർ നോക്കൂ. ദ ഓൾഡ് മാൻ റിട്ടേൺസ് ടു ദ ട്രീ നൗ എ സ്റ്റം. ഇപ്പോൾ ഒരു കുറ്റിയായിരിക്കുന്ന മരത്തിനടുത്തേക്ക് ഈ ഓൾഡ് മാൻ വന്നു. ഹി നീഡ്സ് എ ഹൗസ് ടു ലിവ് ഇൻ. താമസിക്കാനായിട്ട് ഒരു വീട് വേണമായിരുന്നു. ഇയേഴ്സ് ലേറ്റർ ദ മാൻ ഈസ് ഇൻ നീഡ് ഓഫ് എ ബോട്ട് സെയിൽ അവേ. വർഷങ്ങൾക്ക് ശേഷം ഇയാൾക്കൊരു ബോട്ട് വേണമായിരുന്നു. ദ ട്രീ ഓഫേഴ്സ് ഇറ്റ്സ് ട്രങ്ക് ടു മേക്ക് എ ബോട്ട്. ഈ മരം അതിൻ്റെ തടി ബോട്ട് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. ഹി എൻജോയ്സ് ദ ട്രീസ് കമ്പനി ആൻഡ് ലവ്സ് ടു ക്ലൈംബ് അപ്പ്. അവന് മരത്തിൻ്റെ കമ്പനിയും ഫ്രണ്ട്ഷിപ്പും അതുപോലെ ഇഷ്ടമായിരുന്നു. അതോടൊപ്പം അതിൽ കയറി കളിക്കാനും ഇഷ്ടമായിരുന്നു. വൺ ഡേ ഹി കംസ് ആൻഡ് ആസ്ക് ദ ട്രീ ഫോർ മണി. ഒരു ദിവസം അയാൾ മരത്തിനടുത്തേക്ക് വന്നിട്ട് അതിനോട് പണം ചോദിച്ചു. ആസ് ദ ബോയ് ഗ്രോസ് ഓൾഡർ ഹി വിസിറ്റ്സ് ദ ട്രീ ലെസ് ഫ്രീക്വൻ്റ്ലി. ഈ ബോയ് വളർന്നു വലുതായപ്പോൾ മരത്തിനെ വിസിറ്റ് ചെയ്യുന്നത് കുറഞ്ഞു വന്നു. ദ ട്രീ ഗിവ്സ് ഹിം സം ഫ്രൂട്ട്സ് ടു സെൽ ഇൻ ദ സിറ്റി. സിറ്റിയിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ട് മരം അതിന് കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തു. എ ബോയ് കംസ് ടു പ്ലേ വിത്ത് ദ ട്രീ എവറി ഡേ. ഒരു ആൺകുട്ടി എല്ലാ ദിവസവും ഒരു മരത്തിൻ്റെ അടുത്ത് വന്ന് കളിക്കുമായിരുന്നു. ദ ട്രീ ആസ്ക്സ് ഹിം ടു കട്ട് ഹെർ ബ്രാഞ്ചസ്. മരം തൻ്റെ ചില്ലകൾ വെട്ടിമുറിക്കാനായിട്ട് അയാളോട് പറഞ്ഞു. ദ ട്രീ സേസ് പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. മരം എന്ത് പറഞ്ഞു? എൻ്റെ അടുത്ത് വന്നിട്ട് നീ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറ്റുക? 1. എ ബോയ് കംസ് ടു പ്ലേ വിത്ത് ദ ട്രീ എവറി ഡേ. 2. He enjoys the tree's company and loves to climb up. 3. As the boy grows older, he visits the tree less frequently. 4. One day he comes and asks the tree for money. 5. The tree gives him some fruits to sell in the city. 6. He needs a house to live in. 7. The tree asks him to cut the branches. 8. Years later, the man is in need of a boat to sail away. 9. The tree offers its trunk to make a boat. 10. The old man returns to the tree, now a stump. 11. The tree says, please come, sit down and take rest. ഇങ്ങനെയാണ് കേട്ടോ വരിക. ആക്ടിവിറ്റി 4. പെർഫോം എ പപ്പറ്റ് ഷോ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. ഈ സ്റ്റോറി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പപ്പറ്റ് ഷോ, അതായത് പാവനാടകമായിട്ട് അവതരിപ്പിക്കണം. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ദ ഗിവിംഗ് ട്രീ എന്നുള്ള ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതുപോലെ അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്